Hello families, welcome back to our channel Love Family Vlog. So very warm good morning. Money ഇപ്പോൾ കറക്റ്റ് 9:15 നമ്മൾ ഓൾറെഡി റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. അത് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അതിനുള്ള റീസൺ എന്ന് വെച്ചാൽ എല്ലാം ചറപറയായിരുന്നു. കാരണം നമുക്ക് ഇവിടെ വന്ന് സാധനം വാങ്ങിച്ചിട്ട് 11 മണിക്ക് കറക്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ഊട്ടിയിലോട്ട് നമ്മൾ കറക്റ്റ് 7 മണിക്ക് നമുക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാം ചറപറ ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ ഷോപ്പിംഗ് ചെയ്യാം. സ്ട്രീറ്റ് ഫുഡ് ഞാൻ ഇന്നലെ അതായത് മറ്റേ ഇന്നലത്തെ നൈറ്റ് വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് രാവിലെ കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിങ്ങും സ്ട്രീറ്റ് ഫുഡും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പോഴല്ലേ ഗൈസ് വീണ്ടും ഒരു പണി കിട്ടിയിരിക്കുകയാണ്. വീണ്ടും ഒരു കടയും തുറന്നിട്ടില്ല. അതായത് ലേക്കിൻ്റെ അകത്തുള്ള എല്ലാ ഷോപ്പും 11 മണിക്കേ തുറക്കുള്ളൂ എന്നാണ്. അപ്പം നമുക്കെന്തായാലും 11 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 2-3 കട നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ആയാൽ ഇല്ലേന്ന് എനിക്ക് നോക്കണം. പ്രത്യേകിച്ച് ഞാൻ കൊടൈക്കനാൽ വരുമ്പം എനിക്ക് ഒരു ഷോപ്പിൽ പ്രത്യേകിച്ച് കയറണമെന്നൊരാഗ്രഹമുണ്ട്. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് നേരെ ആദ്യം ആ കട തുറന്ന ഇല്ലേന്ന് പോയി നോക്കാം. ഞാൻ കൊടൈക്കനാലിൽ വരുമ്പം എനിക്ക് ഈ ഒരു കടയിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒന്ന് കാണിച്ചു കൊടുക്കും. പേസ്ട്രി കോർണർ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ ക്രീം റോള് ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ, ഇവർക്ക് രാവിലെ മാത്രമേ ഈ സാധനങ്ങൾ ഈ ഐറ്റംസ് കാണുള്ളൂ. ഉച്ചയ്ക്ക് വേറെ ഐറ്റംസ് ആയിരിക്കും, വൈകുന്നേരം വേറെ ഐറ്റംസ് ആയിരിക്കും. ഇതിലെല്ലാം ഫ്രഷ്ലി പെയിൻറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവർ ഫുൾ സെൽ ഔട്ട് ചെയ്യുന്നത്. ആദ്യം ഞാൻ ക്രീം റോള് വാങ്ങിച്ചിട്ടുണ്ട്, കഴിച്ച് നോക്കാം. വേറെ ലെവലൊക്കെ ഈ ഒരു ക്രീം റോളും ഞാൻ എവിടെയും കഴിച്ചിട്ടില്ല. ഇവിടെ നിന്നാണ് ഇത്രയും ടേസ്റ്റ് കഴിക്കുന്നത്. ഇതിൻ്റെ ബണ്ണായിക്കോട്ടെയും ഈ ക്രീം ആയിക്കോട്ടെ ഒരു ബട്ടറി ഫീലാണ് പറയുന്നത്. അടിപൊളിയായിട്ട് വേറെ ലെവൽ. കൊടൈക്കനാലിൽ വരണവർ ഈ പേസ്ട്രി കോർണർ മസ്റ്റ് ട്രൈ ആണ്. ബെസ്റ്റ് എന്തെങ്കിലും തൊട്ടടുത്താണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഈ കടയിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം പിസ്സ. ഇതെന്ത് പിസ്സ? എന്തോ നോൺ വെജ് പിസ്സ. ഇത് എഗ് സാൻഡ്വിച്ച്. കുഴപ്പമില്ല, കുഴപ്പമില്ല. മിൻറ്റിൻ്റെ ഫ്ലേവറാണ്. എഗ് കിട്ടില്ല. കുഴപ്പമില്ല. എനിക്ക് വരെയും ക്രീം ബൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവിടെ വരുന്നവർ ക്രീം ബൺ ട്രൈ ചെയ്യുക. അടുത്ത ഞാൻ ഐസ്ക്രീം വാങ്ങട്ടെ. ഗൈസ്, ഞാൻ വീണ്ടും അടുത്ത ഐറ്റം. ഇത് ഇവിടെ ഫ്രഷ് നാച്ചുറൽ ഐസ്ക്രീം. ഞാൻ പിയർ ഫ്ലേവറാണ് വാങ്ങിച്ചത്. കഴിച്ച് നോക്കാം. ഇതിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ ഇതിൽ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നത്. അടിപൊളി, വേറെ ലെവൽ. എനിക്ക് ഇവരെ ഇഷ്ടപ്പെട്ടത് ഞാൻ പറയാം. ക്രീം റോൾ ഇഷ്ടപ്പെട്ടു, ഐസ്ക്രീം ഇഷ്ടപ്പെട്ടു. ഇവിടെ പ്ലമ്മുണ്ട്, പിയറുണ്ട്, വാനിലയുണ്ട്, പപ്പായ ഫ്ലേവറുണ്ട്. 4 ഫ്ലേവറാണ് നാച്ചുറൽ ഫ്രഷ് ഐസ്ക്രീമായിട്ട് ഇവർ കൊടുക്കുന്നത് ഇന്നത്തേക്ക്. ഇനി നാളെ വേറെ ഫ്ലേവർ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഗൈസ്, ഒട്ടും മനസ്സോടെ നമ്മൾ കൊടൈക്കനാൽ വിടുകയാണേ. ഇനി നേരെ നമ്മൾ പോകുന്നത് ഊട്ടിയിലോട്ടായിരിക്കും. ഭയങ്കര സങ്കടമുണ്ട് ഉള്ളത് ഞാൻ പറയാലോ. ഇത് ഏകദേശം എനിക്ക് മണി ഇപ്പോൾ 12:17 നമ്മളിവിടെ നിന്ന് തിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഡയറക്റ്റ് ഊട്ടിയിലായിരിക്കും. പൂ എത്ര? 70, 60. ഇത് 70, ഇത് 60. ഏത് വേണം? അത് വ്യത്യാസം. ഇത് യെല്ലോ കളർ, അത് കളർഫുള്ളാக இருக்கா? ഏത് വേണടാ? നീ പറയട്ടെ, ഏത് വേണം? ഇത് എത്ര ദിവസം വരെ? 1 ഇയർ இருக்கும். 1 ഇയർ. 1 ഇയർ ഇതിൽ വെള്ളം തെളിക്കാമോ அப்படியே வைக்கணும். വെള്ളം തെളിക്കാതെ ചുമ്മാ ഡ്രൈയാ വെക്കണം. അപ്പോൾ ഇത് മതി. അങ്ങനെ നമ്മളും വാങ്ങിച്ചു. 1 വർഷം വരെ നിൽക്കുന്ന, അതായത് ഇത് വാടൂലെന്നാണ് അവർ പറയുന്നത്. 1 വർഷം വരെ
സോ നമ്മളും വാങ്ങിച്ചു ഗൈസ്. ഇതിനുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ 70 റുപ്പീസാണല്ലേ. 70 റുപ്പീസുണ്ട്, 60 റുപ്പീസിനും ഉള്ളതുണ്ട്. 60 റുപ്പീസ് എന്ന് പറയുന്നത് ഫുൾ യെല്ലോ കളറായിരിക്കും. ഇത് കുറച്ചും കൂടെ വെറൈറ്റി ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളതുകൊണ്ട് 70 റുപ്പീസ്. പക്ഷേ എൻ്റെ ഒരു അഡ്വൈസ് ആണെങ്കിൽ കൊടൈക്കനാലിൻ്റെ ആ സൈഡിൽ ഇത് 50 റുപ്പീസിന് കിട്ടും ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് വാങ്ങണമായിരിക്കും നല്ലത് അല്ലേ. സോ ഇനി നമുക്ക് നേരെ ചവട്ടം ഊട്ടിയിലോട്ടിനി അല്ലേ. ഓക്കെ, നമ്മൾ പോണ വഴിക്ക് കണ്ടപ്പം ജസ്റ്റ് വീഡിയോ എടുത്തു തന്നെ കേട്ടോ. മഞ്ഞ് വരുന്നുണ്ടോ, ഫോഗ് നല്ല വൃത്തിയായിട്ട് വരാൻ വേണ്ടി തുടങ്ങുന്നതേ ഉള്ളൂ അല്ലേ. ഇത് ഒരു വ്യൂ ആണ് കേട്ടോ. ഓക്കെ, കണ്ടോ അപ്പുറത്തെ സൈഡ് മൊത്തം ഫോഗ് കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുക. അടിപൊളി അല്ലേ. എൻ്റെ വിശ്വാസം കറക്റ്റാണെങ്കിൽ വൈകുന്നേരം എന്തായാലും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, ഉറപ്പാണ്. ആക്ച്വലി ഇപ്പം നമ്മളെ ബാഗ് ജസ്റ്റ് വീഴാൻ വേണ്ടി പോയി. അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഏട്ടൻ ഇപ്പം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ബാഗ്, അതായത് ഈ ബാഗ് ഉണ്ട്, ഈ ബാഗ് ചരിഞ്ഞ് ഇങ്ങോട്ട് വീഴാൻ വേണ്ടി പോയി. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ നമ്മൾ നിർത്തിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി വീഴൂല എന്നാണ് വിശ്വാസം, നമുക്ക് കണ്ടറിയാം. നമ്മൾ പോണ വഴിക്ക് ഇങ്ങനത്തെ പോകണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് മഞ്ഞെന്നേ, പക്ഷെ മഞ്ഞല്ല. നോക്കിക്കേ, ഒരാൾ അവിടെ നിന്ന് തീ കത്തിക്കുക. എന്താല്ലേ ഗായ്സ്. ആക്ച്വലി ഇപ്പം നമ്മൾ പളനിയിലെത്തിയ പളനി വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്. അടിപൊളിയല്ലേ. ഏതൊരു മലയുടെ മുകളിലാണ് അമ്പലം ഇരിക്കുന്നത്. ഏത് മലയെന്നറിയാമോ? അതറിഞ്ഞൂടെ, ഏത് മലയാണെന്നൊന്നും അറിഞ്ഞൂടെ, പക്ഷെ ഏതോ ഒരു മലയിലാണ് ഈ അമ്പലം ഉള്ളത്. പളനി അമ്പലമാണോ? പളനി അമ്പലം. പോവാം. ഓക്കെ, ഇവിടെയും കണിക്കൊന്ന പൂവുണ്ട്. ഞാൻ വിചാരിച്ചു കേരളത്തിൽ മാത്രമേ ഈ കണിക്കൊന്ന പൂ പൂക്കുന്നത് ഞാൻ വിചാരിച്ചു, പക്ഷെ അല്ല, ഇവിടെയും ഉണ്ട് കേട്ടോ. ഗൈസ്, ഫൈനലി 1 മണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം നമ്മൾ ആ ഒടുക്കത്തെ മുടുക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അത് 1.5 റോഡല്ല, പറയാതിരിക്കാൻ വേണ്ടി. എൻ്റെ പോലെ എന്ത് വളമായിരുന്നെന്നറിയാമോ ഇത്. ഇപ്പം നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറാണ് കേട്ടോ. 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയാണ് കേട്ടോ. ഇവിടെ പെട്രോളിൻ്റെ വില ഉണ്ട് 103 രൂപ, 103. കേരളത്തിൽ എനിക്ക് തോന്നുന്നു 110 രൂപയെങ്കിലും കാണും. അതിൻ്റെ ഇതനുസരിച്ച് നോക്കുമ്പം യെസ്, ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് പെട്രോളിന് ഏറ്റവും വില കുറവെന്ന് തോന്നുന്നു. ഫൈനലി 1000 രൂപയ്ക്ക് അടിച്ചു. ഇനി ബാത്റൂമിലും പോകണം, സെറ്റ് ചെയ്യണം. പാവല്ലേ അപ്പൻ, അടിപൊളി. ഇത് കണ്ടോ, ഇവിടത്തെ ആൾക്കാർ വളർത്തുന്ന ഡോഗാണ് കേട്ടോ. കെട്ടിയിട്ടിരിക്കുക, അടിപൊളിയല്ലേ. ഹായ്, ഉറക്കം വരുന്നു. ഗൈസ്, ഇപ്പോൾ നമ്മളൊരു 5 മിനിറ്റത്തേക്കൊന്ന് കരിക്ക് കുടിക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. അമ്മമ്മ കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കണം. എനിക്ക് മാത്രം എന്ത് പച്ചക്കളർ കരിക്ക്. ഗൈസ്, ഇതാണ് പളനി മായി ടെമ്പിളാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ പളനി എത്തിയാ, അപ്പോൾ കറക്റ്റ് നമ്മൾ പളനി എത്തി കേട്ടോ. സോ ഗൈസ്, ഇപ്പം 4 മണി ആയിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഹോട്ടൽ അന്നപൂർണ വെജിറ്റേറിയൻ ഹോട്ടൽ. ഗുഡ് ഈവനിങ് ഗൈസ്. ഇപ്പം 4 മണി ആയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വരുന്നത്. ഹോട്ടലിൻ്റെ പേരെന്താ? അന്നപൂർണ. ഹോട്ടൽ അന്നപൂർണ. ഏത് ഭാഗം എവിടെയാണെന്ന് അറിഞ്ഞൂടാ. എന്നാലും ഹോട്ടൽ അന്നപൂർണ വെജിറ്റേറിയൻ ഹോട്ടലാണ്. നല്ല വിശപ്പുണ്ട്, അതേപോലെ തന്നെ നല്ല ഉറക്കമുണ്ട്. ഞാൻ ഉറങ്ങിയിട്ടൊക്കെയാണ് വന്നതല്ലേ. ഞാൻ സുഖം ഉറക്കമായിരുന്നു റോഡിൽ. പക്ഷേ ഏട്ടൻ ഫുൾ ഡ്രൈവിംഗ് ആയിരുന്നു. അപ്പം വേറെന്താ പറയുക, 2 ഗോപി ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. സോ അത് വന്ന ശേഷം വീഡിയോ കാണിച്ചത്. ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്ന കറിയെന്ന് ഞാൻ പറയട്ടെ. ഇതെന്തോ കുറുമക്കറി, സാലഡ്, കുറുമക്കറി മിക്സ് ചെയ്യണം. ചിയേഴ്സ്.
കുഴപ്പമില്ലെന്നുള്ളൂ. ഫാക്ടറിയില്ല, എന്നാലും കുഴപ്പമില്ല. ഇങ്ങോട്ടൊരു കഴിച്ചെടുക്കാം, കഴിച്ച് എന്നിട്ട് കാണാം. ഊട്ടി ഇനി നമ്മൾ ഡയറക്റ്റ് ഊട്ടിയിലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പാകും, ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഹോട്ടലിൽ എത്തിയിട്ട് ഞാൻ പോയി നമുക്ക് കാണാം. ഗൈസ്, ഇപ്പോൾ കറക്റ്റ് 6 മണിയായിട്ടുണ്ട്. ക്ലൈമറ്റ് കൊണ്ട് ഏകദേശം മനസ്സിലാവും, ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. ഊട്ടിയിലെത്ത എത്രയാ? സൺസെറ്റ് നോക്കിയേ, സൺസെറ്റ് അടിപൊളിയല്ലേ? എത്രയേട്ടാ? 84 കിലോമീറ്റർ കേട്ടോ ഇനി ഊട്ടിയിലെത്താൻ. സോ എനിക്ക് തോന്നിക്കല് രാത്രി 8:30 ആവും അല്ലേ ഏട്ടാ? 8:30 ആവും. ആക്ച്വലി നമുക്ക് ഇവരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഇവരെ റോഡാണ് കേട്ടോ, അടിപൊളിയാണ്. അതായത് സ്മൂത്താണ്, ഈ കുണ്ടും കുഴിയും കട്ടറൊന്നും കാണൂല. കാറിന് സ്മൂത്തായിട്ട് സ്പീഡിൽ പെട്ടെന്ന് പോകാൻ വേണ്ടി പറ്റും. അത് മാത്രമാണ് ആക്ച്വലി ഇവരിൽ ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ട്, അതെന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ഒന്നുമല്ല. സാധാരണ നമ്മളെ കേരളത്തിലാണെങ്കിൽ സ്ഥലങ്ങളുടെ പേര് ഇംഗ്ലീഷിലും കൂടെ എഴുതിയിരിക്കും, മലയാളത്തിൽ ഇംഗ്ലീഷിലും കൂടെ എഴുതിയിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് തമിഴ് മാത്രമേ കാണുള്ളൂ, ഇംഗ്ലീഷ് ഒന്നും കാണില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റും, ഇംഗ്ലീഷ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഏത് സ്ഥലമാണെന്നൊന്നും മനസ്സിലാവാൻ വേണ്ടി പറ്റൂല. ആ ഒരു പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, ഇപ്പം കറക്റ്റ് 7 മണിയായിട്ടുണ്ട്. കറക്റ്റ് മേട്ടുപ്പാളയത്ത് നമ്മൾ എത്തിയതേ ഉള്ളൂ. നിങ്ങൾക്ക് നേരെ നോക്കിയാൽ മനസ്സിലാവും മല. രാത്രിത്തെ വ്യൂ ആണ് കേട്ടോ, നൈറ്റ് വ്യൂ ഓഫ് മേട്ടുപ്പാളയം. നിറച്ച് ട്രാഫിക്കുണ്ട്, ഭയങ്കര ട്രാഫിക്കാണ്. ഗൈസ്, ഇപ്പം കറക്റ്റ് 7:20 ആയിട്ടുണ്ട്. നല്ല ഇരുട്ടാണ്, പറയാതിരിക്കാൻ വേണ്ടി പറ്റൂല. കണ്ടോ തിരക്കുണ്ടോ? നമ്മൾ ഫൈനലി ഊട്ടിയിലെ ഹിൽസ് കയറി തുടങ്ങി. ഊട്ടിയിലെ ഹിൽസ് എന്നല്ലേ ഏട്ടാ പറയണ? ഹിൽസ് കയറി തുടങ്ങിയിട്ടുണ്ട്. ഉഗ്രം കുറ്റാക്കുരുട്ടി ഇരുട്ടാണ് എൻ്റെ പൊന്നെ. നമ്മൾ സ്ലോ ചെയ്താണ് പോകുന്നത്, കാരണം ഈ ടൈമിൽ ഫാസ്റ്റ് ചെയ്ത് പോയാൽ ശരിയാവൂല. അതുകൊണ്ട് പതുക്കെ ഓട്ടിച്ചോട്ടിച്ചാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഹോട്ടലിൽ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഹോട്ടലൊക്കെ കാണിച്ചു തരാം. ഓക്കെ.